Hi all, welcome to Steadicom MLT Academy. കേരള PSC ലാബ് ടെക്നീഷ്യൻ എക്സാമിന്റെ 75 ഡേയ്സ് ചാലഞ്ചിലെ ഡേ 11 വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോകെമിസ്ട്രി ഏരിയ ആണ്. ബയോകെമിസ്ട്രിയിലെ പ്രിപ്പറേഷൻ, സ്റ്റോറേജ് ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടർ, ഡിഅയണൈസ്ഡ് വാട്ടർ, അതുപോലെ വാട്ടർ പ്യൂരിറ്റിന്റെ ഇവാലുവേഷൻ, ആ ഒരു ഏരിയ ആണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. സോ നമ്മള് ഇവിടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കേരള PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നിങ്ങൾക്ക് ഇത് കൂടാണ്ട് കൂടുതലായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ കിൻഡിൽ ആപ്പ് വഴി നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് 99 റുപ്പീസിന് 1000ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ മൊഡ്യൂൾ വൈസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ആമസോൺ KDP ആപ്പിലാണ്, അത് കിൻഡിൽ ആപ്പിലാണ് അത് റീഡ് ചെയ്യാൻ പറ്റുക. അത് ബുക്കായിട്ട് പർച്ചേസ് ചെയ്യാനല്ല പറ്റുക. ജസ്റ്റ് നമുക്ക് ഒരു ക്വിക്ക് റിവ്യൂവിന് വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ഇവിടെ ക്വസ്റ്റ്യനിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ ആയിട്ട് നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വാട്ടർ നമ്മൾ ലാബിൽ യൂസ് ചെയ്യാറുണ്ട്. സോ അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞതിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് പറയുന്നത് നമ്മൾ ഫീഡ് വാട്ടർ ആണ്. ഫീഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മളെ ടാപ്പ് വാട്ടർ ഇല്ലേ, നമ്മൾ സാധാരണ വാഷിംഗ്, ക്ലീനിങ് പർപ്പസസിനൊക്കെ ലാബിൽ യൂസ് ചെയ്യുന്ന സാധാ ടാപ്പ് വാട്ടറിനെയാണ് നമ്മൾ ഫീഡ് വാട്ടർ എന്ന് പറയുന്നത്. അതേപോലെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വാട്ടർ ആണ് പൈറജൻ ഫ്രീ വാട്ടർ എന്ന് പറയുന്നത്. പൈറജൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? പൈറജൻസ് എന്ന് പറഞ്ഞാൽ യെസ്, ഫീവർ കോസ് ചെയ്യാൻ എബിലിറ്റി ഉള്ള ബാക്ടീരിയാസ് ആൻഡ് അതുപോലെ തന്നെ വൈറസസിനെയൊക്കെയാണ് നമ്മൾ പൈറോജൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെയുള്ള അത് ഫ്രീ ആയിട്ടുള്ള വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോക്ലേവ് ചെയ്ത അല്ലെങ്കിൽ UV റേഡിയേഷൻ കടത്തി വിട്ടിട്ടുള്ള വാട്ടർ ആയിരിക്കും ഈ പൈറോജൻ ഫ്രീ വാട്ടർ എന്ന് പറയുന്നത്. സോ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് പൈറോജൻ ഫ്രീ വാട്ടർ ആണ്. മൂന്നാമത്തെ ടൈപ്പ് വാട്ടർ എന്ന് പറയുന്നത് ഗ്രേഡ് 3. നമുക്ക് വാട്ടറിനെ നമ്മൾ മെയിൻലി 3 ഗ്രേഡ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്ന് പറയും. ഏറ്റവും ഗ്രേഡ് 1 ആണ് ഹയസ്റ്റ് പ്യൂരിറ്റി ഉള്ള വാട്ടർ എന്ന് പറയുന്നത്. ഗ്രേഡ് 3 എന്ന് പറയുമ്പോൾ ലീസ്റ്റ് പ്യൂരിറ്റി, ഐ മീൻ ഗ്രേഡ് 1നെ ഗ്രേഡ് 2നെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ലീസ്റ്റ് പ്യൂരിറ്റി ഉള്ള വാട്ടർ ആണ് ഗ്രേഡ് 3 എന്ന് പറയും. നമ്മൾ ജസ്റ്റ് ഒരു സിംഗിൾ ഡിസ്റ്റിലേഷൻ വഴി വരുന്ന അല്ലെങ്കിൽ സിംഗിൾ ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് എന്ത്, ഈ ഗ്രേഡ് 3 വാട്ടർ. ജസ്റ്റ് ഡിസ്റ്റിൽഡ് വാട്ടർ ഓർ സിംഗിൾ ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് എന്ത്, ഗ്രേഡ് 3 വാട്ടർ എന്ന് പറയുന്നത്. ഇപ്പൊ ഗ്രേഡ് 2 വാട്ടറോ, ഗ്രേഡ് 2 വാട്ടർ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ ഡബിൾ ഡിസ്റ്റിലേഷൻ, കുറച്ചുകൂടി പ്യൂർ ആണ്, ഡിസ്റ്റിൽഡ് വാട്ടറിനേക്കാളും പ്യൂർ ആയിട്ടുള്ള വാട്ടർ ആണ് ഗ്രേഡ് 2 വാട്ടർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡബിൾ ഡിസ്റ്റിലേഷനോ അല്ലെങ്കിൽ ഡിഅയണൈസേഷനോ അല്ലെങ്കിൽ റിവേഴ്സ് ഓസ്മോസിസോ വഴി ഉണ്ടാവുന്ന വാട്ടർ ആണ് ഈ ഗ്രേഡ് 2 വാട്ടർ എന്ന്. ഡബിൾ ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ ഡിഅയണൈസേഷൻ അല്ലെങ്കിൽ റിവേഴ്സ് ഓസ്മോസിസ്. ഇനി ഗ്രേഡ് 1 വാട്ടറോ, ഗ്രേഡ് 1 വാട്ടർ എന്ന് പറയുന്നത് അൾട്രാ പ്യൂർ വാട്ടർ, അത്രയും പ്യൂരിറ്റി ഉള്ള അൾട്രാ പ്യൂർ വാട്ടർ ആണ്. സോ അവിടെ നമ്മൾ മൾട്ടിപ്പിൾ പ്യൂരിഫിക്കേഷൻ സ്റ്റെപ്പുകൾ നടന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഗ്രേഡ് 1 വാട്ടർ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അൾട്രാ പ്യൂർ വാട്ടർ പ്രിപ്പയർ ചെയ്യുന്നത്. സോ നമുക്ക് ഓരോ വാട്ടറും നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് ഫീഡ് വാട്ടർ ആണ്. ഫീഡ് വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാ ടാപ്പ് വാട്ടർ ആണ്. ജസ്റ്റ് നമ്മൾ ജനറൽ ക്ലീനിങ്ങിന് അതുപോലെ വാഷിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഫീഡ് വാട്ടർ ആണ് അല്ലെ. രണ്ടാമത്തെ വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് പൈറജൻ ഫ്രീ വാട്ടർ ആയിരുന്നു. പൈറജൻ ഫ്രീ എന്ന് പറയുമ്പോൾ മൈക്രോബിയൽ ഫ്രീ ആയിട്ടുള്ള വാട്ടർ ആയിരുന്നു. സോ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻലി പ്രൊഡക്ഷൻ ഓഫ് സ്റ്റെറൈൽ ഇൻട്രാവീനസ് ഫ്ലൂയിഡ്. പൈറജൻ ഫ്രീ ആയിട്ടുള്ള വാട്ടർ ആയിരിക്കണം നമ്മൾ IV ഫ്ലൂയിഡിലേക്കൊക്കെ കൊടുക്കേണ്ടത്. കാരണം എന്താ, നമുക്കത് ഇൻഫെക്ഷൻസ് കോസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫീവർ കോസ് ചെയ്യാൻ, ഹ്യൂമൻ ഇൻഫെക്ഷൻ കോസ് ചെയ്യാൻ പാടില്ല അല്ലെ. സോ അങ്ങനെ സ്റ്റെറിലൈസ് ചെയ്ത് ഓട്ടോക്ലേവ് ചെയ്ത് അല്ലെങ്കിൽ റേഡിയേഷൻ വഴി നമ്മൾ അതിലത്തെ പൈറജനെ റിമൂവ് ചെയ്തതിന് ശേഷമാണ് ഈ IV ഫ്ലൂയിഡ്സ് ഒക്കെ നമ്മൾ ബോഡിയിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള IV ഫ്ലൂയിഡ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് പൈറജൻ ഫ്രീ വാട്ടർ യൂസ് ചെയ്യാം. അടുത്തതായിരുന്നു നമ്മളെ ഗ്രേഡ് 3 വാട്ടർ. ഗ്രേഡ് 3 വാട്ടർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡിസ്റ്റിലേഷൻ വഴി അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് ഈ ഗ്രേഡ് 3 വാട്ടർ എന്ന് പറഞ്ഞാൽ. നമ്മൾ റുട്ടീൻ അപ്ലിക്കേഷൻ, ഇപ്പൊ യൂറിൻ അനാലിസിസിന് അതുപോലെ ഗ്ലാസ് വെയർ നമ്മൾ അവസാനം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് യൂസ് ചെയ്യാറുള്ളത്. എന്നാൽ ഗ്രേഡ് 2 വാട്ടർ ഏതായിരുന്നു? ഗ്രേഡ് 2 വാട്ടർ എന്നാൽ ഡബിൾ ഡിസ്റ്റിലേഷൻ വഴി അല്ലെങ്കിൽ ഡിഅയണൈസേഷൻ, റിവേഴ്സ് ഓസ്മോസിസ് ഒക്കെ വഴി പ്രിപ്പയർ ചെയ്യുന്ന വാട്ടർ ആണ് ഗ്രേഡ് 2 വാട്ടർ എന്ന് പറയുന്നത്. സോ നമ്മൾ അത് യൂസ് ചെയ്യുന്നത് ബയോകെമിക്കൽ അനലൈസ്, ഇപ്പൊ ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ, യൂറിയ എസ്റ്റിമേഷൻ, അതേപോലെയുള്ള ടെസ്റ്റുകൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഡബിൾ ഡിസ്റ്റിൽഡ് വാട്ടർ ഓർ ഡിഅയണൈസ്ഡ് ഓർ ഗ്രേഡ് 2 വാട്ടർ ആണ്.
ഗ്രേഡ് 1 വാട്ടർ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഹൈ സെൻസിറ്റിവിറ്റി അപ്ലിക്കേഷൻസ് ആയിട്ടുള്ള എൻസൈം അസേ, മെറ്റൽ അനാലിസിസ്, HPLCയില്, സെൽ കൾച്ചറില്, മെറ്റൽ എലമെന്റൽ അനാലിസിസിനൊക്കെ നമ്മൾ ഈ കുറച്ചുകൂടി പ്യൂർ ആയിട്ടുള്ള അൾട്രാ പ്യൂർ ആയിട്ടുള്ള വാട്ടർ, അതായിരുന്നു ഗ്രേഡ് 1 വാട്ടർ എന്ന് പറയുന്നത്. സോ ആ ഒരു വാട്ടർ ആണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഈ പർപ്പസസിന്, HPLCക്ക് വേണ്ടിയിട്ടും മെറ്റൽ അനാലിസിസിനും ട്രേസ് എലമെന്റ് അനാലിസിസിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ ഇനി നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അയൺ എക്സ്ചേഞ്ച് റെസിൻസ് ആർ യൂസ്ഡ് ടു പ്രിപ്പയർ. ഓപ്ഷൻ എ ഡീമിനറലൈസ്ഡ് വാട്ടർ, ഓപ്ഷൻ ബി ഡിസ്റ്റിൽഡ് വാട്ടർ, ഓപ്ഷൻ സി ബഫേർഡ് വാട്ടർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, ഡീമിനറലൈസ്ഡ് വാട്ടർ. നമ്മൾ ഡീമിനറലൈസ്ഡ് വാട്ടർ എന്നാണ് അയൺ എക്സ്ചേഞ്ച് റെസിൻസ് യൂസ് ചെയ്യാറുള്ളത്. സോ നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വാട്ടർ പ്യൂരിഫിക്കേഷൻസ് നമുക്ക് പഠിക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ഡിസ്റ്റിലേഷൻ വഴി ഉണ്ടാവുന്ന വാട്ടറിനെ നമ്മൾ എന്താ പറയാ? ഡിസ്റ്റിൽഡ് വാട്ടർ എന്നാണ്. എന്താണ് ഈ ഡിസ്റ്റിലേഷന്റെ പ്രിൻസിപ്പിൾ? ഡിസ്റ്റിലേഷന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് ഓഫ് വാട്ടർ ആൻഡ് പ്രൊഡ്യൂസ് ദ സ്റ്റീം. നമ്മൾ വാട്ടർ ബോയിൽ ചെയ്തതിന് ശേഷം ആ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്ത് ആ സ്റ്റീമിനെ നമ്മൾ കൂൾ ചെയ്ത് കണ്ടൻസ് ചെയ്യുക എന്നുള്ളതാണ്. കൂൾ ചെയ്ത് കണ്ടൻസ് ചെയ്ത് വീണ്ടും നമ്മൾ ലിക്വിഡ് ആക്കി മാറ്റാം. നമ്മൾ സാധാരണ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ തിളപ്പിച്ചിട്ട് നീരാവിയാക്കി മാറ്റിയിട്ട് ആ നീരാവിനെ വീണ്ടും തണുപ്പിച്ചെടുക്കുക, അല്ലെ വാപ്പർ ആയതിനെ വീണ്ടും തണുപ്പിച്ചെടുക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്താന്ന് വെച്ചാല് നമ്മൾ ഹയസ്റ്റ്, അതായത് ഇമ്പ്യൂരിറ്റീസ് വിത്ത് ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് റിമൈൻ ബിഹൈൻഡ്. അതായത് ഈ വാട്ടറിന്റെ അതേ മെൽറ്റിംഗ് പോയിന്റ് വരുന്ന കാര്യങ്ങളൊക്കെ വാട്ടറിന്റെ കൂടെ തന്നെ വാപ്പർ ആയിട്ട് പോകും. പക്ഷെ ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത് വാപ്പറിന്റെ, വാട്ടർ മെൽറ്റ് ചെയ്യുന്നതിന്റെ കൂടെ മെൽറ്റ് ആവില്ല. അത് എവിടെ നിൽക്കും? ഈ ഡിസ്റ്റിലേഷൻ അപ്പാരറ്റസിൽ അല്ലെങ്കിൽ അവിടെ ബിഹൈൻഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ സിംഗിൾ ഡിസ്റ്റിലേഷൻ നമുക്ക് കിട്ടുന്ന വാട്ടർ, ഒറ്റ ഡിസ്റ്റിലേഷൻ വഴി കിട്ടുന്ന വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ ഗ്രേഡ് 3 വാട്ടർ ആണ്. പക്ഷെ നമ്മൾ അതിനെ വീണ്ടും ഡിസ്റ്റിൽ ചെയ്യാണ്. ബാക്കിയുള്ള അഡീഷണൽ ആയിട്ട് വരുന്ന ഇമ്പ്യൂരിറ്റീസിനെയും കൂടി നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടി ഒരു പ്രാവശ്യം കൂടി ഡിസ്റ്റിലേഷൻ ചെയ്താൽ അതിനെ നമുക്ക് ഡബിൾ ഡിസ്റ്റിലേഷൻ എന്ന് പറയാം. സോ അങ്ങനെ ഉണ്ടാവുന്ന വാട്ടർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഗ്രേഡ് 2 വാട്ടർ ആയിരുന്നു. സിംഗിൾ ഡിസ്റ്റിലേഷൻ വഴി ഉണ്ടാകുന്ന വാട്ടർ ഗ്രേഡ് 3 വാട്ടർ ആണെങ്കിൽ ഡബിൾ ഡിസ്റ്റിലേഷൻ വഴി ഉണ്ടാകുന്ന വാട്ടർ ഗ്രേഡ് 2 വാട്ടർ ആണ്. സോ അത് ഈക്വലന്റ് ടു ഡീഅയണൈസ്ഡ് വാട്ടറിന് ഈക്വലന്റ് ആണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി അടുത്തത് സെക്കൻഡ് ടൈപ്പ് ഓഫ് വാട്ടർ ആയിരുന്നു ഡീഅയണൈസ്ഡ് വാട്ടർ. നമ്മൾ അയൺ എക്സ്ചേഞ്ച് റെസിൻസ് അല്ലെങ്കിൽ അയൺ എക്സ്ചേഞ്ച് ആണ് ഇതിന്റെ പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത് ഡീഅയണൈസ്ഡ് വാട്ടറിന്റെ. ഈ ഡീഅയണൈസ്ഡ് വാട്ടർ നമ്മൾ എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാല്, ദാറ്റ് ഈസ് വാട്ടറിനെ നമ്മൾ കാറ്റയോണിക് ആൻഡ് ആനയോണിക് ആയിട്ടുള്ള എക്സ്ചേഞ്ച് റെസിനിൽ കൂടെ പാസ് ചെയ്യിപ്പിക്കും. സോ പോസിറ്റീവ് അയോൺസും നമുക്ക് നെഗറ്റീവ് അയോൺസ്, കാരണം ഡീഅയണൈസേഷൻ എന്ന് പറഞ്ഞാൽ അയോൺസിനെ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അപ്പൊ അവിടെ നമുക്ക് കാറ്റയോണിക് റെസിൻസും ആനയോണിക് റെസിൻസും യൂസ് ചെയ്യുന്നുണ്ട്. സോ കാറ്റയോണിക് റെസിൻസ് എന്തിനെ റീപ്ലേസ് ചെയ്യും? പോസിറ്റീവ് അയോൺസ് ആയിട്ടുള്ള കാൽഷ്യത്തിനെയും അതുപോലെ മെഗ്നീഷ്യത്തിനെയൊക്കെ റീപ്ലേസ് ചെയ്യും. ആൻഡ് അലോങ് വിത്ത് എന്തുണ്ടാവും? ഹൈഡ്രജൻ അയോൺസ് റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. ആനയോണിക് ആയിട്ടുള്ള റെസിൻസ് നെഗറ്റീവ് അയോൺസ് ആയിട്ടുള്ള ക്ലോറൈഡിനെ അതുപോലെ സൾഫൈറ്റിനെയൊക്കെ അലോങ് വിത്ത് എന്തിന്റെ കൂടെ? ഹൈഡ്രോക്സിൽ അയോൺസും കൂടി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? റിലീസ് ചെയ്യുന്നുണ്ട്. ഇത് ഇങ്ങനെ ഉണ്ടാവുന്നത് ഇവിടെ നമുക്ക് കിട്ടുന്ന വാട്ടർ എന്ന് പറയുന്നത് ന്യൂട്രൽ വാട്ടർ ആണ്. കാരണം ഓൾറെഡി പോസിറ്റീവ് ആയിട്ടുള്ള അയോൺസും നെഗറ്റീവ് ആയിട്ടുള്ള അയോൺസിനെയും നമ്മൾ എന്ത് ചെയ്തു? കാറ്റയോണിക് ആയിട്ടുള്ള റെസിൻസും ആനയോണിക് ആയിട്ടുള്ള റെസിൻസും യൂസ് ചെയ്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അവിടെ കിട്ടുന്ന വാട്ടർ എന്ന് പറയുന്നത് ന്യൂട്രൽ വാട്ടർ ആണ്. പക്ഷെ ഇത് എന്താണ്? പൈറജൻ ഫ്രീ വാട്ടർ അല്ല. നോട്ട് പൈറജൻ ഫ്രീ വാട്ടർ. കാരണം ഇവിടെ നമുക്ക് പൈറജൻ എന്ത് ചെയ്യുന്നില്ല? റിമൂവ് ചെയ്യുന്നില്ല. ജസ്റ്റ് അയോൺസിനെയാണ് ഇവിടെ റിമൂവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊരിക്കലും ഡീഅയണൈസ്ഡ് വാട്ടർ എന്ന് പറയുന്നത് ഒരിക്കലും പൈറജൻ ഫ്രീ വാട്ടർ അല്ല എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് റിവേഴ്സ് ഓസ്മോസിസ്. റിവേഴ്സ് ഓസ്മോസിസ് വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്ത് ആ പ്രഷർ ഫോഴ്സ് വാട്ടർ ത്രൂ സെമി പെർമിയബിൾ മെമ്പറൈൻ. സെമി പെർമിയബിൾ മെമ്പറൈനിൽ കൂടെ നമ്മൾ എന്താ എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഫിൽട്ടർ ചെയ്തെടുക്കുന്നത്. സോ ഇമ്പ്യൂരിറ്റീസ് ആൻഡ് ഡിസോൾവ്ഡ് സോളിഡ് ലെഫ്റ്റ് ബിഹൈൻഡ്. സോ
ഇവിടെ നമുക്ക് കിട്ടുന്ന വാട്ടർ എന്ന് പറയുന്നത് ഗ്രേഡ് 2 വാട്ടർ ആണ്. ഇവിടെയും പൈറജൻ ഫ്രീ വാട്ടർ അല്ല കിട്ടുന്നത്. നോ പൈറജൻ ഫ്രീ വാട്ടർ. പൈറജൻ ഫ്രീ വാട്ടർ അല്ല നമുക്ക് റിവേഴ്സ് ഓസ്മോസിഫൈയും കിട്ടുന്നത് ഗ്രേഡ് 2 വാട്ടർ ആണ്. ഇനി നമ്മൾ ലാസ്റ്റത്തേതാണ് അൾട്രാ പ്യൂർ വാട്ടർ, ഗ്രേഡ് 1 വാട്ടർ. അവിടെ മൾട്ടി സ്റ്റേജ് ഫിൽട്രേഷൻ ആണ് നടക്കുന്നത്. ഈ അൾട്രാ പ്യൂർ വാട്ടർ ഈസ് പ്രിപ്പയർഡ് യൂസിങ് സീരീസ് ഓഫ് പ്യൂരിഫിക്കേഷൻ സ്റ്റെപ്പ്. ഫസ്റ്റ് പ്രീ ഫിൽട്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനുള്ളിലുള്ള പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യും. അതിനുശേഷം മൈക്രോപോർ ഫിൽട്ടർ യൂസ് ചെയ്തിട്ട് അതിനുള്ളിലുള്ള ബാക്ടീരിയാസിനെ റിമൂവ് ചെയ്യും. പിന്നെ ചാർക്കോൾ ബെഡ്സ് യൂസ് ചെയ്തിട്ട് അവിടെയുള്ള ഗ്യാസസിനെ നമ്മൾ റിമൂവ് ചെയ്യും. പിന്നെ അയൺ എക്സ്ചേഞ്ച് റെസിൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അവിടെയുള്ള കാറ്റയോൺസിനെയും ആനയോൺസിനെയും റിമൂവ് ചെയ്യും. കാരണം ഒരു മൾട്ടിപ്പിൾ സ്റ്റേജ് ഓഫ് ഫിൽട്രേഷൻസ് അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻസ് ആണ് ഈ അൾട്രാ പ്യൂർ വാട്ടറിൽ നടക്കുന്നത്. സോ നമ്മൾ അത് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യുന്നുണ്ട്, ബാക്ടീരിയനെ റിമൂവ് ചെയ്യുന്നുണ്ട്, എക്സ്ട്രാ വരുന്ന ഗ്യാസസിനെ റിമൂവ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കാറ്റയോൺസിനെയും അയോൺസിനെയും റിമൂവ് ചെയ്യുന്നുണ്ട്. സോ അത്രയും നമുക്ക് റിമൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ പൈറജൻ ഫ്രീ വാട്ടർ ആയിരിക്കും കിട്ടുന്നത്. അത്രയും പ്യുവർ ആയിട്ടുള്ള വാട്ടർ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റിൽ ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഓപ്ഷൻ എ റിയേജന്റ്, ഓപ്ഷൻ ബി ഡിസ്റ്റിൽഡ് വാട്ടർ, ഓപ്ഷൻ സി ആസിഡ്സ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. കറക്റ്റ് ആൻസർ ഏതാണ്? ഡിസ്റ്റിൽഡ് വാട്ടർ. ഡിസ്റ്റിൽഡ് വാട്ടറിന് നമ്മൾ യൂസ് ചെയ്യുന്ന അപ്പാരറ്റൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റിൽസ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മൾ വാട്ടറിന്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ടെസ്റ്റുകളാണ്. സോ അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ക്ലോറൈഡ് ടെസ്റ്റ് ആണ്. ക്ലോറൈഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആണ്. കാരണം ഈ ക്ലോറൈഡ് അയൺ നമ്മൾ സിൽവർ നൈട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്കൊരു സിൽവർ ക്ലോറൈഡ് കിട്ടും. അത് നമുക്ക് ജസ്റ്റ് ഒരു ഒപ്പാലസൻസ് തരും. അതാണ് നമ്മൾ അവിടെ മെഷർ ചെയ്യുന്നത്. സോ ക്ലോറൈഡിൽ നമ്മൾ സിൽവർ നൈട്രേറ്റ് യൂസ് ചെയ്തിട്ട് സിൽവർ ക്ലോറൈഡ് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ആ ഒരു പ്രിൻസിപ്പിളാണ് ക്ലോറൈഡ് അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് സൾഫേറ്റ് ആണ്. സൾഫേറ്റിൽ നമ്മൾ HCl-ഉം ഹൈഡ്രോക്ലോറിക് ആസിഡും ബേരിയം ക്ലോറൈഡും ആണ് യൂസ് ചെയ്യുന്നത്. കാരണം ഈ സൾഫേറ്റ് ബേരിയം ക്ലോറൈഡുമായിട്ട് അസിഡിക് കണ്ടീഷനിൽ റിയാക്ട് ചെയ്തിട്ട് ബേരിയം സൾഫേറ്റ് ആയിട്ട് ഫോം ഉണ്ടാവും. സോ അത് നമുക്ക് ഒരു ഒപ്പാലസൻസ് തരുന്നുണ്ടോ എന്നാണ് നമ്മൾ അവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് HCl-ന്റെ പ്രസൻസിൽ സൾഫേറ്റ് ബേരിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ബേരിയം സൾഫേറ്റ് ഫോം ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. ഇനി അടുത്തത് കാൽഷ്യം ടെസ്റ്റ്. അവിടെ അമോണിയം ഓക്സലേറ്റ് ആണ് റിയേജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ കാൽഷ്യം അയോൺസ് അമോണിയം ഓക്സലേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് കാൽഷ്യം ഓക്സലേറ്റ് ഫോം ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ ചെക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ടെസ്റ്റ് മെഗ്നീഷ്യത്തിന്റെ ടെസ്റ്റ് ആണ്. മെഗ്നീഷ്യത്തിന്റെ ടെസ്റ്റിൽ ടൈറ്റാനിയലും സോഡിയം ഹൈഡ്രോക്സൈഡും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മെഗ്നീഷ്യം അയൺ ഫോംസ് red colored complex when reacted with titan yellow and sodium hydroxide. ഈ ടൈറ്റാൻ യെല്ലോയും സോഡിയം ഹൈഡ്രോക്സൈഡും ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു റെഡ് കളേർഡ് കോംപ്ലക്സ് ഫോം ചെയ്യും. സോ അതാണ് നമ്മൾ മെഗ്നീഷ്യത്തിന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പൈറോജൻ ടെസ്റ്റിംഗ്. പൈറോജൻ ടെസ്റ്റിങ്ങിനെ നമ്മൾ ലാൽ ടെസ്റ്റ് എന്നാണ് പറയുന്നത്. ലിമുലസ് അമീബോസൈറ്റ് ലൈസേറ്റ് ടെസ്റ്റ് എന്നാണ്. ഈ ലാൽ ടെസ്റ്റ് ഡിറ്റക്ട് ചെയ്യുന്നത് ബാക്ടീരിയൽ എൻഡോടോക്സിൻസ് ആണ്. അതെന്ത് കളർ പ്രൊഡ്യൂസ് ചെയ്യും? ഇതിന്റെ പ്രസൻസിൽ ഒരു യെല്ലോ കളർ അല്ലെ ഈ ലാൽ റിയേജന്റിന്റെ പ്രസൻസിൽ യെല്ലോ കളർ പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ്. സോ നമ്മൾ അത് എന്തിനാണ് ടെസ്റ്റ് ചെയ്യുന്നത്? പൈറോജൻസിനാണ് ടെസ്റ്റ് ചെയ്യുന്നത്. സോ ബാക്ടീരിയൽ എൻഡോടോക്സിൻസ് ആണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് പൈറോജൻ ടെസ്റ്റിംഗ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആനിമൽ ഇനോക്കുലേഷൻസ് ചെയ്യാൻ പറ്റും പൈറോജൻ ടെസ്റ്റിങ്ങിന്. പിന്നെ HPLC ടെസ്റ്റിങ്ങിന് നമ്മൾ ഹൈ സെൻസിറ്റീവ് ആയിട്ടുള്ള അനാലിസിസ് ആണ്. വാട്ടർ ഗ്രേഡ് 1 സ്റ്റാൻഡേർഡ് ആണോ എന്നൊക്കെ നമുക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ HPLC നമ്മൾ ടെസ്റ്റ് ചെയ്യാറുള്ളത്. സോ ഇത്രയാണ് നമ്മൾ ചെറിയൊരു ടോപ്പിക് ആയിരുന്നു നമ്മൾ ഡിസ്റ്റിൽഡ് ഡിഅയണൈസേഷൻ വാട്ടർ ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.